പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ. ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ, മൂന്നാം സമ്മാനം ടെലിവിഷൻ, മിക്സി, ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും. പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 9744335592. കേരളത്തെ വലിയ രീതിയിൽ വികസിപ്പിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനത്തെ പരിഹസിച്ച മുഖ്യമന്ത്രി. നല്ല വാഗ്ദാനമെന്നും 10 വർഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് ഈ വാഗ്ദാനം നൽകുന്നതെന്നും അദ്ദേഹം വോട്ടുപറയിൽ പറഞ്ഞു. നരേന്ദ്രമോദി വന്ന് ഒരുപാട് വാഗ്ദാനങ്ങളാണല്ലോ നമ്മുടെ നാടിന് നൽകിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ഈ കേരളത്തെ വലിയ തോതിൽ വികസിപ്പിക്കുമെന്നാണ്. നല്ല വാഗ്ദാനം. ആരാ ഈ വാഗ്ദാനം നൽകുന്നത്? ഓട്ടുപാറയിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ പരിഹസിച്ചത്. 2016 ശേഷം LDF സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലുള്ളത്. ഇക്കാലത്ത് എന്ത് നന്മയാണ് കേരളത്തിന് ചെയ്തത് എന്ന് അദ്ദേഹം ചോദിച്ചു. അതെല്ലാം പരിശോധിക്കേണ്ടതുണ്ടെന്നും കേരളത്തിന്റെ അനുഭവം കേരളത്തിന് മറക്കാൻ കഴിയുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. എന്ത് നന്മയാണ് കേരളത്തിന് ചെയ്തത്? അതല്ലേ പരിശോധിക്കേണ്ടത്. ഞങ്ങൾ കേരളത്തെ വികസിപ്പിക്കും എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ അനുഭവം മറക്കാൻ കേരളീയർക്ക് കഴിയുമോ? നമ്മളിവിടെ നേരിട്ട ദുരന്തം, നൂറ്റാണ്ടിലെ മഹാപ്രളയം, അതിൻ്റെ തുടർച്ചയായി വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതി എല്ലായിടങ്ങളിലും ഉള്ളത് തന്നെ. പക്ഷേ നമുക്ക് ഈ ദുരന്തങ്ങളിൽ നിന്ന് ശ്വാസം കഴിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപാണ് കോവിഡ് 2 വർഷം, ഇടയ്ക്ക് നിപ്പ, ഒരു ഘട്ടത്തിൽ രോഗി. ഇതെല്ലാം പോരെ ഒരു സംസ്ഥാനത്തെ തീർത്തും തകർത്തെറിയാൻ? ആ തകർച്ചയുടെ പാരമ്യമായിരുന്നല്ലോ ആ നൂറ്റാണ്ടിലെ മഹാപ്രളയ ഘട്ടത്തിൽ കണ്ടത്. കേരളത്തെ അറിയാവുന്നവരടക്കം വേദനിച്ചല്ലോ. ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ സംസ്ഥാനം? ഈ രാജ്യത്തിൻ്റെ ഭാഗമായൊരു സംസ്ഥാനമല്ലേ കേരളം? ആ ഒരു സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ആ സംസ്ഥാനത്തിന് ഒരു കൈ താങ്ങു കൊടുക്കണ്ടേ? സംസ്ഥാനത്തെ സഹായിക്കണ്ടേ? ആരാ സഹായിക്കേണ്ടത്? കേന്ദ്ര ഗവൺമെൻറ്റല്ലേ സഹായിക്കേണ്ടത്. അതൊരു ഔദാര്യമല്ല. ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനമെന്ന നിലക്ക് നമുക്ക് അവകാശപ്പെട്ടതാണ്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.